Okay, good morning, my dear students. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഡിമാൻഡ് ഷെഡ്യൂൾ എന്താണെന്ന് പഠിക്കാം അല്ലേ. എന്താണ് ഡിമാൻഡ്, എന്താണ് ലോ ഓഫ് ഡിമാൻഡ്, അതുപോലെ തന്നെ അസംഷൻസ് ഓഫ് ഡിമാൻഡ് എന്താണെന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. അപ്പോൾ ദ ലോ ഓഫ് ഡിമാൻഡ് ക്യാൻ ബി എക്സ്പ്ലെയിൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഡിമാൻഡ് ഷെഡ്യൂൾ. അപ്പോൾ ഈ ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞ കാര്യം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ ഒരു ഡിമാൻഡ് ഷെഡ്യൂൾ വരച്ചുകൊണ്ടാണ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. എ ഡിമാൻഡ് ഷെഡ്യൂൾ ഈസ് എ ലിസ്റ്റ് ഓഫ് പ്രൈസസ് ആൻഡ് കറസ്പോണ്ടിങ് ക്വാണ്ടിറ്റീസ്. ഇപ്പോൾ ഒരു ഡിമാൻഡ് ഷെഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, ഒരു ടേബിളാണ് അല്ലെങ്കിൽ ചാർട്ടാണെന്ന് പറയാം. അതിലെന്തൊക്കെയാണ് പ്രധാനമായിട്ട് കാണിക്കുക? ക്വാണ്ടിറ്റീസ് ഓഫ് കൊമോഡിറ്റി എത്ര പ്രോഡക്ട്സിൻ്റെ ക്വാണ്ടിറ്റിയും കാണിക്കും, അത് എത്ര ഡിമാൻഡ് ചെയ്യുന്നുണ്ടെന്ന്, അറ്റ് ഡിഫറെൻറ്റ് പ്രൈസസ്, ഓരോ പ്രൈസിലും എത്ര ഡിമാൻഡ് വരുന്നുണ്ട് എന്നുള്ളതാണ്. അറ്റ് പർട്ടിക്കുലർ ടൈം, ഒരു സമയത്ത് ഏതൊക്കെ പ്രൈസസിൽ ഒരു കൊമോഡിറ്റിക്ക് ഡിമാൻഡ് വരുന്നുണ്ട്, എത്ര ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്യുന്നുണ്ട് എന്ന് കാണിക്കുന്ന ഒരു ഷെഡ്യൂൾ അഥവാ ചാർട്ടിനെ പറഞ്ഞ പേരാണ് ഡിമാൻഡ് ഷെഡ്യൂൾ. ഓക്കെ, ഡിമാൻഡ് ഷെഡ്യൂൾ ഡസ് നോട്ട് സേ വാട്ട് ദ പ്രൈസ് ഈസ്, ഇറ്റ് ഓൺലി സേ വാട്ട് ക്വാണ്ടിറ്റി വുഡ് ബി ബോട്ട് അറ്റ് ഡിഫറെൻറ്റ് പോസിബിൾ പ്രൈസസ്. ഓരോ പ്രൈസസിലും എത്ര നമുക്ക് പർച്ചേസ് ചെയ്യാം എന്നുള്ളത് മാത്രമാണ് ഈ പറഞ്ഞ ഡിമാൻഡ് ഷെഡ്യൂൾ നമുക്ക് പറഞ്ഞു തരിക. അതിൻ്റെ പ്രൈസ് എന്താണ് എന്നുള്ളതൊന്നും ഈ പറഞ്ഞ ഡിമാൻഡ് ഷെഡ്യൂളിൽ ഒരു എക്സ്പ്ലനേഷൻ ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ ടൈപ്സ് ഓഫ് ഡിമാൻഡ് ഷെഡ്യൂൾ. നെക്സ്റ്റ് പറയാനുള്ളത് എന്താണ് ടൈപ്സ് ഓഫ് ഡിമാൻഡ് ഷെഡ്യൂൾ എന്നുള്ളതാണ്. രണ്ട് തരത്തിലുള്ള ഡിമാൻഡ് ഷെഡ്യൂൾസ് പറയുന്നുണ്ട്. ഒന്ന് ഇൻഡിവിജ്വൽ ഡിമാൻഡ് ഷെഡ്യൂളും രണ്ടാമത്തെ മാർക്കറ്റ് ഡിമാൻഡ് ഷെഡ്യൂളും. അപ്പോൾ ഇൻഡിവിജ്വൽ ഡിമാൻഡ് ഷെഡ്യൂൾ എന്ന് പറയുകയാണെന്ന് വെച്ചാൽ ആൻ ഇൻഡിവിജ്വൽ ഡിമാൻഡ് ഷെഡ്യൂൾ ഇസ് എ ലിസ്റ്റ് ഓഫ് വേരിയസ് ക്വാണ്ടിറ്റീസ് ഓഫ് എ കൊമോഡിറ്റി വിച്ച് ആൻ ഇൻഡിവിജ്വൽ കൺസ്യൂമർ ബൈസ് അറ്റ് ഡിഫറെൻറ്റ് പോസിബിൾ മാർക്കറ്റ് പ്രൈസസ്. ദെൻ ഇറ്റ് ടേക്സ് ഇൻ ടു അക്കൗണ്ട് ദ ഡിമാൻഡ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ. അപ്പോൾ ഇൻഡിവിജ്വൽ ഡിമാൻഡ് ഷെഡ്യൂളിൽ ഒരൊറ്റ പെർട്ടിക്കുലർ ഇൻഡിവിജ്വലിൻ്റെ ലിസ്റ്റ് ഓഫ് വേരിയസ് ക്വാണ്ടിറ്റീസ് കൊമോഡിറ്റീസ്, ആ ഒരു ഇൻഡിവിജ്വൽ കൺസ്യൂമർ എത്ര ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്യുന്നത്, എത്ര പ്രൈസിൽ അദ്ദേഹം ക്വാണ്ടിറ്റീസ് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്, അയാളുടെ കൺസ്യൂമർ ഡിഫറെൻറ്റ് പോസിബിൾ ആയിട്ടുള്ള മാർക്കറ്റ് പ്രൈസസിൽ, അതായത് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഡിഫറെൻറ്റ് പ്രൈസസിൽ എത്ര ക്വാണ്ടിറ്റി ഇയാൾ ഡിമാൻഡ് ചെയ്യുന്നുണ്ട് എന്നതിനെക്കുറിച്ചുള്ള ഒരു വിവരം തരുന്ന ഷെഡ്യൂളാണ് ഇൻഡിവിജ്വൽ ഡിമാൻഡ് ഷെഡ്യൂൾ. ഇറ്റ് ടേക്സ് ഇൻ ടു അക്കൗണ്ട് ദ ഡിമാൻഡ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ. ഇതിലൊരു പെർട്ടിക്കുലർ പേഴ്സൻ്റെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ളൊരു പേഴ്സൻ്റെ ഡിമാൻഡിനെ കുറിച്ച് മാത്രമാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. രണ്ടാമത്തത് മാർക്കറ്റ് ഡിമാൻഡ് ഷെഡ്യൂൾ. മാർക്കറ്റ് ഡിമാൻഡ് ഷെഡ്യൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് ഡിമാൻഡ് ഷെഡ്യൂൾ ഷോസ് ഹൗ മച്ച് ക്വാണ്ടിറ്റി ഈസ് ഡിമാൻഡഡ് ബൈ ഓൾ ദ കൺസ്യൂമേഴ്സ് ഇൻ ദ മാർക്കറ്റ് അറ്റ് ഡിഫറെൻറ്റ് പ്രൈസസ്. അപ്പോൾ മാർക്കറ്റ് ഡിമാൻഡ് ഷെഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇൻഡിവിജ്വൽ കൺസ്യൂമറിൻ്റെ ഡിമാൻഡ് അല്ല പറയുന്നത്, പകരം എന്താണ് ഷോ ചെയ്യുന്നത്, ക്വാണ്ടിറ്റി ഈസ് ഡിമാൻഡഡ് ബൈ ഓൾ ദ കൺസ്യൂമേഴ്സ്, എല്ലാ കൺസ്യൂമേഴ്സും എത്ര ക്വാണ്ടിറ്റിയാണ് ഡിമാൻഡ് ചെയ്യുന്നത് ഇൻ ദ മാർക്കറ്റ് അറ്റ് ഡിഫറെൻറ്റ് പ്രൈസസ്. ആ പർട്ടിക്കുലർ മാർക്കറ്റിൽ ഡിഫറെൻറ്റ് പ്രൈസസിൽ എല്ലാ കൺസ്യൂമേഴ്സും എത്ര ക്വാണ്ടിറ്റിയാണ് ഡിമാൻഡ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചുള്ള ഒരു ലിസ്റ്റ് തരുന്നതാണ് മാർക്കറ്റ് ഡിമാൻഡ് ഷെഡ്യൂൾ. ഇറ്റ് ഈസ് എ സം ടോട്ടൽ ഓഫ് ഓൾ ഇൻഡിവിജ്വൽ ഡിമാൻഡ് ഷെഡ്യൂൾ. എല്ലാ ഇൻഡിവിജ്വൽ ഡിമാൻഡ് ഷെഡ്യൂളിൻ്റെയും ഒരു സം ടോട്ടലാണ് ഈ മാർക്കറ്റ് ഡിമാൻഡ് ഷെഡ്യൂൾ എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ അതിന് ഒരു ടേബിളുണ്ട്. ആ ടേബിൾ ഞാൻ നിങ്ങൾക്ക് പേഴ്സണലി വാട്സപ്പ് ഗ്രൂപ്പിൽ ആ ടേബിള് മെസ്സേജ് ചെയ്യാം. അതിൽ കണ്ടൻസ് ഇതാണ്, ഞാനൊന്ന് വായിക്കാം. ഫോളോയിങ് ടേബിൾ ഷോസ് ദ ഇൻഡിവിജ്വൽ ഡിമാൻഡ് ഷെഡ്യൂൾ ഓഫ് ബയർ എ, ബി, സി, ഡി ആൻഡ് ഇ ആൻഡ് ദ മാർക്കറ്റ് ഡിമാൻഡ് ഷെഡ്യൂൾ assuming that there are only 5 buyers of the commodity. അപ്പോൾ ഒരു മാർക്കറ്റ് ഡിമാൻഡ് ഷെഡ്യൂളാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അതിൽ ഇൻഡിവിജ്വൽ ഡിമാൻഡ് ഷെഡ്യൂളും ഇൻക്ലൂഡഡ് ആണ്. കാരണം എന്താണ്, എല്ലാ ഇൻഡിവിജ്വൽ ടോട്ടൽ ചെയ്ത ഷെഡ്യൂളാണ് മാർക്കറ്റ് ഡിമാൻഡ് ഷെഡ്യൂൾ എന്ന് പറയുന്നുണ്ട്. ആദ്യത്തെ കോളത്തിൽ പ്രൈസ് ഓഫ് മാംഗോ പെർ ഡസൻ, അതായത് ഒരു ഡസൻ മാങ്ങയുടെ പ്രൈസസ് ആണ് ആദ്യത്തെ കോളത്തിൽ തന്നിരിക്കുന്നത്. 5, 10, 15, 20, 25 എന്ന് പറഞ്ഞിട്ട്. പിന്നെ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ബൈ ഇൻഡിവിജ്വൽ ബയേഴ്സ്, ഇൻഡിവിജ്വൽ ഡിമാൻഡ് ഷെഡ്യൂളിൽ പറയുന്നുണ്ട്. എ പറഞ്ഞ ആൾ, ബി, സി, ഡി, ഇ അവർ ഓരോ പ്രൈസിലും എത്ര ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ദെൻ അതിൻ്റെ സം ടോട്ടൽ, അതായത് മാർക്കറ്റ് ഡിമാൻഡ് ഷെഡ്യൂൾ സം ടോട്ടൽ പറഞ്ഞിട്ടുണ്ട്. ഓരോ ഇൻഡിവിജ്വൽസും ഡിഫറെൻറ്റ് പ്രൈസ് ലെവലിൽ എത്ര ക്വാണ്ടിറ്റിയാണ് ഡിമാൻഡ് ചെയ്യുന്നത് അതിനനുസരിച്ച് സം ടോട്ടൽ തന്നിട്ടുണ്ട് മാർക്കറ്റ് ഡിമാൻഡ് ഷെഡ്യൂളും.
അതിൻ്റെ ഒരു സ്പെസിമെൻ ഞാൻ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഫോർവേഡ് ചെയ്യാം. ഓക്കെ. ദെൻ എന്താണ് ഡിമാൻഡ് കേവ്? നെക്സ്റ്റ് ടോപ്പിക്ക് പറയുന്നത് എന്താണ് ഡിമാൻഡ് കേവ് എന്നാണ്. ഡിമാൻഡ് കേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദ ലോ ഓഫ് ഡിമാൻഡ് ക്യാൻ ബി എക്സ്പ്ലെയിൻഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഡിമാൻഡ് കേവ് ഓൾസോ. അപ്പോൾ നമുക്ക് ഈ ഒരു ചാർട്ടോ ഒരു ഷെഡ്യൂളോ വെച്ചുകൊണ്ട് മാത്രമല്ല ലോ ഓഫ് ഡിമാൻഡ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണ് ഡിമാൻഡ് കേവ്. ഓക്കെ. വെൻ ദ ഡിമാൻഡ് ഷെഡ്യൂൾ ഈസ് ഷോൺ ഗ്രാഫിക്കലി ഇറ്റ് ഈസ് കോൾഡ് ഡിമാൻഡ് കേവ്. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ ഡിമാൻഡ് ഷെഡ്യൂൾ ഉണ്ടല്ലോ, 2 തരത്തിലുള്ള ഡിമാൻഡ് ഷെഡ്യൂൾ, ഇൻഡിവിജ്വൽ ഡിമാൻഡ് ഷെഡ്യൂളും മാർക്കറ്റ് ഡിമാൻഡ് ഷെഡ്യൂളും. ആ 2 ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനായിട്ട് കാണിക്കുകയാണെന്ന് വെച്ചാൽ അതിനെ നമുക്ക് പറയുന്ന പേരാണ് ഡിമാൻഡ് കേവ്. ഓക്കെ. Curve is the graphical representation of demand schedule. The demand curve graphs the relationship between price, quantity, demanded of a commodity. The quantity demanded is measured on x-axis and the price on the y-axis. അപ്പോൾ ഇതും എന്തിൻ്റെ റിലേഷൻഷിപ്പാണ് കാണിക്കുന്നത്? പ്രൈസും ക്വാണ്ടിറ്റി ഡിമാൻഡും അതേപോലെ കൊമോഡിറ്റിയുടെ ക്വാണ്ടിറ്റിയും പ്രൈസും അതിൻ്റെ ഡിമാൻഡുമാണ്. അതിൻ്റെ ഒരു റിലേഷൻഷിപ്പാണ് ഈ പറഞ്ഞ ഡിമാൻഡ് കേവിലും കാണിക്കുന്നത്. ഓക്കെ. അപ്പോൾ എന്താ ഡിമാൻഡ് ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ അതൊരു ടാബുലർ അതൊരു ടേബിളാണ് അല്ലേ. അപ്പോൾ ടാബുലർ റെപ്രസെൻറ്റേഷൻ ഓഫ് ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഇൻ ദ മാർക്കറ്റ് അറ്റ് ഡിഫറെൻറ്റ് പ്രൈസസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒറ്റ വാക്കിൽ വേണമെച്ചാൽ 1 മാർക്കിന് എഴുതാം. ഓക്കെ. പക്ഷേ ഡിമാൻഡ് കേവ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇറ്റ് ഈസ് ദ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ദ ഡിമാൻഡ് ഷെഡ്യൂൾ. അങ്ങനെ വൺ വേർഡ് ആൻസർ ചെയ്യാൻ നമുക്ക് പറ്റും. ഓക്കെ. ഇനി ഇതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ ഇൻഡിവിജ്വൽ ഡിമാൻഡ് ഷെഡ്യൂളും മാർക്കറ്റ് ഡിമാൻഡ് ഷെഡ്യൂൾ പറഞ്ഞ പോലെ തന്നെ ഇവിടെയും എന്താണ്? ഇൻഡിവിജ്വൽ ഡിമാൻഡ് കേവും ഉണ്ട്, മാർക്കറ്റ് ഡിമാൻഡ് കേവും ഉണ്ട്. 2 തരത്തിലുള്ള ഡിമാൻഡ് കേവ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. ഓക്കെ. അതിൻ്റെ പിക്ചേഴ്സ് ഞാൻ വാട്സപ്പ് ചെയ്യാം. നിങ്ങളൊരു നോട്ട് മേക്കിംഗ് ചെയ്ത് വയ്ക്കാം. ഓക്കെ.